വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 4ാം ക്ലാസ്സിലെ ഗോയിങ് ടു സ്കൂൾ എന്ന EVS ലെസനാണ്. അതിൻ്റെ 2ാമത്തെ പാർട്ടാണിത് കേട്ടോ. നമുക്ക് പാഠത്തിലേക്ക് പോകാം. നിങ്ങൾ വായിച്ചേ സിമെൻറ്റ് ബ്രിഡ്ജ്. നമ്മളെ സിമെൻറ്റ് പാലത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. We often need to go across some water bodies. ഞങ്ങൾക്ക് മിക്കവാറും ജലസഞ്ചയത്തിന് മുകളിലൂടെ അല്ലെ ജലാശയങ്ങൾക്ക് മുകളിലൂടെയോ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. We also need to go across some water bodies. ഞങ്ങൾക്ക് ജലാശയത്തിന് മുകളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. So we use bridges. അതുകൊണ്ട് ഞങ്ങൾ പാലങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. These are made of cement, bricks and iron rods. ഇവ സിമൻറ്റ്, ഇഷ്ടിക, ഇരുമ്പ് കമ്പി മുതലായവ കൊണ്ട് നിർമ്മിച്ചതാണ്. The bridges may also have steps. ഈ പാലത്തിന് നടകളുണ്ടായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ പടികളെന്ന് പറയാം. ആ പടികളുണ്ടായിരിക്കും. നമുക്ക് ഈ ചോദ്യം നോക്കാം. How is this bridge different from a bamboo bridge? ഈ സിമൻറ്റ് പാലം മുളമ്പാലത്തിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഈസ് ദിസ് ബ്രിഡ്ജ് ഡിഫറെൻറ്റ് ഫ്രം ബാംബു ബ്രിഡ്ജ്? ഉത്തരം ഇതാണ്. സിമൻറ്റ് ബ്രിഡ്ജ് ഈസ് മെയ്ഡ് ഓഫ് സിമൻറ്റ്, ബ്രിക്സ് ആൻഡ് അയൺ റോഡ്സ്. ഇറ്റ് ഈസ് ഹൈലി ലോങ് ലാസ്റ്റിംഗ് ആൻഡ് സേഫ്. മനസ്സിലായില്ലേ? സിമൻറ്റ് ബ്രിഡ്ജ് സിമൻറ്റ്, ഇഷ്ടിക, ഇരുമ്പ് കമ്പി മുതലായവ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് ഹൈലി ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരുപാട് നാളത്തേക്ക് നിലനിൽക്കുന്നതാണ്. ആൻഡ് സേഫ്, കൂടുതൽ സുരക്ഷിതമാർന്നതുമാണ് കേട്ടോ. ബാംബു ബ്രിഡ്ജ് ഈസ് മെയ്ഡ് ഓഫ് ബാംബു ആൻഡ് റോപ്പ്. ബാംബു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് മുളയും കയറും കൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ആർ നോട്ട് സേഫ്. അവ സുരക്ഷിതമാർന്നതുമല്ല. അടുത്ത ചോദ്യം നോക്കിയേ. ഹൗ മെനി people do you think can cross the bridge at one time? ഈ പാലത്തെ കയറിയിട്ട് എത്ര പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ പറ്റും? ഉത്തരം ഇതാണ്. more than 20 people can cross the bridge at one time. ഒരു സമയത്ത് 20 പേർക്ക് ഈ പാലത്തെ കൂടെ കയറാം. മനസ്സിലായോ? അടുത്തത്, you have seen how children use different kinds of bridges to cross rivers. നിങ്ങൾ കണ്ടിരിക്കും കുട്ടികൾ പലതരം പാലങ്ങൾ ഉപയോഗിക്കുന്നത്. ആൻഡ് അതർ അൺഈവൻ ഏരിയാസ് ടു റീച്ച് സ്കൂൾ. എവിടെയൊക്കെയാണ്? നദികൾക്ക് കുറുകെ പോകാനും മറ്റ് സമനിരപ്പില്ലാത്ത സ്ഥലങ്ങളിലൂടെയും പോകാനായിട്ട് പാലം ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് യു ഹാഡ് എ ചാൻസ്, നിങ്ങൾക്കൊരവസരം കിട്ടുകയാണെങ്കിൽ, വിച്ച് വുഡ് യു ലൈക്ക് ടു യൂസ്? ഏത് പാലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, ഉപയോഗിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ട്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാ. വി ലൈക്ക് ടു യൂസ് സിമൻറ്റ് ബ്രിഡ്ജ്. അല്ലെ സിമൻറ്റ് ബ്രിഡ്ജ് എന്ന് എഴുതിയാൽ മതി. കാരണം എന്താ? ഇറ്റ് ഈസ് സേഫ്. അതുകൊണ്ടാണ്. അപ്പോൾ സിമൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയണം, എന്നിട്ട് കോമയിട്ട് ഇറ്റ് ഈസ് സേഫ് എന്നുകൊണ്ട് എഴുതണം. അത്രയേ ഉള്ളൂ. ഡു യു ഹാവ് ടു ക്രോസ് എനി ബ്രിഡ്ജ് ഓൺ ദ വേ ടു യുവർ സ്കൂൾ? സ്കൂളിൽ പോകുന്ന വഴിക്ക് പാലം വല്ലതും ക്രോസ് ചെയ്യാനുണ്ടോ? ഇഫ് യെസ്, വാട്ട് ഈസ് ദ ബ്രിഡ്ജ് ലൈക്ക്? അങ്ങനെ ശരി യെസ് എന്നാണെങ്കിൽ എങ്ങനെയാണ് ആ പാലമുള്ളത്? അപ്പം ഇറ്റ് മേ ബി എ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ആയിരിക്കാം, ഒരു ബ്രിഡ്ജ് ഓവർ ദ റിവർ ആയിരിക്കാം. അത് ഏതെങ്കിലും ആണെന്ന് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഫൈൻഡ് ഔട്ട് ഫ്രം യുവർ ഗ്രാൻഡ് പേരൻസ് വാട്ട് കൈൻഡ് ഓഫ് ബ്രിഡ്ജസ് വെയർ ദയർ വെൻ ദേ വെർ യങ്. മുത്തച്ഛന്മാരോട് ചോദിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക അവരുടെ ചെറുപ്പത്തിലെ പാലം എങ്ങനത്തെ പാലമായിരുന്നെന്ന്. ഉത്തരം ഇതാണ്. വുഡൻ ബ്രിഡ്ജസ് ആൻഡ് സിമെൻറ്റ് ബ്രിഡ്ജസ്. നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. നോക്കിയേ. ഈസ് ദെയർ എനി ബ്രിഡ്ജ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിൻ്റെ അടുക്കൽ ഏതെങ്കിലും പാലം ഉണ്ടോ? ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദ ബ്രിഡ്ജ്. ആ പാലത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. വെയർ ഈസ് ദ ബ്രിഡ്ജ്? ഓവർ വാട്ടർ, വെള്ളത്തിന് മുകളിലാണോ? ഓവർ എ റോഡിന് മുകളിൽ കൂടെയാണോ? ബിറ്റ്വീൻ ടു മൗണ്ടൻസ്, രണ്ട് കുന്നുംപുറങ്ങൾക്കിടയിലാണോ?
ഓർ സംവെയർ എൽസ്, അല്ലെ വേറെ എവിടെയെങ്കിലും ആണോ? അപ്പോൾ നമ്മുടെ ഇവിടെ സാധാരണ എങ്ങനെയാണ്? ഓവർ ദ വാട്ടറാണ്. നമ്മുടെ കേരളത്തിലല്ലേ ഇഷ്ടംപോലെ നദിയുണ്ട്. സോ ഇറ്റ് മേ ബി ഓവർ ദ വാട്ടർ. ഉത്തരം എഴുതിയാൽ ഓവർ ദ വാട്ടർ എന്ന് എഴുതിയാൽ മതി. കേട്ടോ. ഹൂ ഓൾ യൂസ് ദ ബ്രിഡ്ജ്? ആരൊക്കെയാണ് പാലം ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ പീപ്പിൾ ഓൺ ഫുഡ് ആൻഡ് ഓൾസോ ബൈ വെഹിക്കിൾസ് ആൻഡ് ആനിമൽസ്. ഇവിടെ നമ്മൾ പാലം ഉപയോഗിക്കുന്നത് മനുഷ്യർ ഉപയോഗിക്കും, പീപ്പിൾ ആൻഡ് ഫുഡ് നടന്നു പോകാനായിട്ട്, ആൻഡ് ഓൾസോ ബൈ വെഹിക്കിൾസ് ആൻഡ് ആനിമൽസ്, മൃഗങ്ങൾ പോകാനും വണ്ടിയൊക്കെ പോകാൻ ഈ പറയുന്ന പാലം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പീപ്പിൾ, ആനിമൽസ് ആൻഡ് വെഹിക്കിൾസ്, അത് പൂരിപ്പിച്ചാൽ മതി. പീപ്പിൾ, ആനിമൽസ് ആൻഡ് വെഹിക്കിൾസ്. അടുത്തത്, ഡസ് ദ ബ്രിഡ്ജ് സീം ടു ബി ഓൾഡ് ഓർ ഈസ് ഇറ്റ് ന്യൂ? ഡസ് ദ ബ്രിഡ്ജ് സീം ടു ബി ഓൾഡ്? നിങ്ങളുടെ അടുത്തുള്ള പാലം പുതിയതാണ്, പുതിയതെന്ന് എഴുതണം. ന്യൂ എന്ന് എഴുതണം. പഴയതാണ്, പഴയതെന്ന് എഴുതണം. ഓൾഡ് എന്ന് എഴുതണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഫൈൻഡ് ഔട്ട് വാട്ട് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ദിസ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഉപയോഗിച്ചത്? ലിസ്റ്റ് ദം. ഉത്തരം ഇതാണ്: സിമെൻറ്റ്, കോമയിട്ടേച്ച്, കോൺക്രീറ്റ്, പിന്നെ ബ്രിക്സ് ആൻഡ് അയൺ റോഡ്സ്. അടുത്തത്, ഡ്രോ എ പിക്ചർ ഓഫ് ദ ബ്രിഡ്ജ് ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ ഒരു പാലത്തിൻ്റെ പടം വരയ്ക്കണം. ഡു നോട്ട് ഫർഗെറ്റ് ടു ഡ്രോ ട്രെയിൻ, വെഹിക്കിൾസ്, ആനിമൽസ് ഓർ പീപ്പിൾ ഹു ക്രോസ് ദ ബ്രിഡ്ജ്. പാലം കടന്നു പോകുന്ന ട്രെയിനുണ്ട്, അത് വരയ്ക്കാം. വെഹിക്കിൾസിനെ വരയ്ക്കാം, ആനിമൽസിനെ വരയ്ക്കാം, പീപ്പിൾസിനെ വരയ്ക്കാം. ആൾക്കാരെ ഹു ക്രോസ് ദ ബ്രിഡ്ജ്. അപ്പോൾ പാലവും വരയ്ക്കണം, അതിലൂടെ പോകുന്ന ആൾക്കാരെയും വരയ്ക്കണം കേട്ടോ. ഇമാജിൻ വാട്ട് ഡിഫിക്കൽട്ടീസ് ദർ വുഡ് ബി. എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളതെന്ന്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുള്ളതെന്ന് ഇമാജിൻ ചെയ്യണം. ഇഫ് ദ ബ്രിഡ്ജ് വാസ് നോട്ട് ദെയർ. എപ്പോഴാ? പാലം അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. ഇനി അടുത്തത്, ലെറ്റ് us ഫൈൻഡ് ഔട്ട് സം അതർ വേയ്സ് ബൈ വിച്ച് ചിൽഡ്രൻ ഗെറ്റ് ടു സ്കൂൾ. കുട്ടികൾക്ക് സ്കൂളിലെത്തുവാൻ വേണ്ടിയുള്ള മറ്റ് യാത്രാരീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താഴത്തെ കൊടുത്തിരിക്കുന്ന വള്ളം. ഇൻ സം പാർട്സ് ഓഫ് കേരള വി യൂസ് വള്ളം, സ്മോൾ വുഡൻ ബോട്ടാണ്, ടു റീച്ച് സ്കൂൾ. കേരളത്തിൽ പല സ്ഥലങ്ങളിലും വള്ളം ഉപയോഗിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വള്ളത്തേലാണ് കുട്ടികൾ പോകുന്നത്. മനസ്സിലായില്ലേ? കായലും അതുപോലെ തന്നെ നദികളും ഒക്കെയുള്ള പ്രദേശങ്ങൾ, ആറൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വള്ളം ഇഷ്ടം പോലുള്ള വള്ളത്തെ കയറി അക്കരെ പോകുന്നുണ്ട്. ഇതാ അടുത്ത പേജ് നോക്കിക്കേ, കണ്ടില്ലേ? ഹാവ് യു സീൻ എനി അതർ കൈൻഡ് ഓഫ് ബോട്ട്സ്? വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബോട്ടുകൾ കണ്ടിട്ടുണ്ടോ? കളിവള്ളങ്ങൾ കണ്ടിട്ടില്ലേ? സ്നേക്ക് ബോട്ട്സ്, ചുണ്ടൻ വള്ളങ്ങൾ. ഇരുട്ടുകുത്തി, പിന്നെയോ ചുരുളൻ വള്ളം, ഓടി വള്ളങ്ങൾ. ഇതൊക്കെ കളിവള്ളങ്ങളാണ്. അതൊക്കെ നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ളതാണ് ഇല്ലേ? പിന്നെ വലിയ മോട്ടോർ ബോട്ടുകളില്ലേ, വലിയ ബോട്ടുകൾ, കായലിൽ കൂടെയൊക്കെ പോകുന്ന വലിയ ബോട്ടുകൾ. പിന്നെ ഹൗസ് ബോട്ടില്ലേ, അതൊക്കെ നിങ്ങൾ കണ്ടിരിക്കാം. അത് കണ്ട എന്താണെന്ന് വെച്ചാൽ എഴുതിയാൽ മതി കേട്ടോ, ചോദിച്ചാൽ. പിന്നെ സ്പീഡ് ബോട്ട് കണ്ടിട്ടില്ലേ, അവയും എഴുതാൻ ചോദിച്ചാൽ കേട്ടോ. അടുത്തത് നോക്കിക്കേ, ക്യാമൽ കാർട്ട്. രാജസ്ഥാനിലെ കാര്യമാണ് പറയാൻ പോകുന്നത്. വി ലീവ് ഇൻ ദ ഡെസേർട്ട്. ഞങ്ങൾ ഈ മരുഭൂമിയിലാണ് താമസിക്കുന്നത്. ദർ ഈസ് സാൻഡ് ഓൾ അറൗണ്ട്. ചുറ്റുപാടും എല്ലാം മണലാണ് ഉള്ളത്. ഇറ്റ് ഗെറ്റ്സ് വെരി ഹോട്ട് ഇൻ ദ ഡേ. പകലതങ്ങോട്ട് ചൂട് പിടിച്ച് പഴുക്കുകയും നല്ല ചൂടായിരിക്കും. വി റൈഡ് ഓൺ എ ക്യാമൽ കാർട്ട് ടു റീച്ച് സ്കൂൾ. ഞങ്ങൾ ഒട്ടകവണ്ടി കയറിയാണ് സ്കൂളിൽ പോകുന്നത്. കണ്ടില്ലേ? ഹാവ് യു എവർ സാറ്റ് ഇൻ എ ക്യാമൽ കാർട്ട് ഓർ ഹോഴ്സ് കാരിയേജ്? അതിന് ടോങ്കാന്ന് പറയുന്നത്. നിങ്ങൾ കുതിരവണ്ടിയിലോ ഒട്ടകവണ്ടിയിലോ കയറിയിട്ടുണ്ടോ? വെയർ, എവിടെ വെച്ച്? ഡിഡ് യു ക്ലൈംബ് ഓൺ ഇറ്റ് യുവർ സെൽഫ്? നിങ്ങളൊക്കെ സ്വയം കയറുകയായിരുന്നു? ഓർ ഡിഡ് സമ്മൺ ഹെൽപ്പ് യു? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സഹായിച്ചോ? അത് നിങ്ങൾ എഴുതിയാൽ മതി. നോ എന്നോ യെസ് എന്നാണെങ്കിൽ എവിടെ വെച്ചാണ്, രാജസ്ഥാനെന്നോ അത് പോയ സ്ഥലം എവിടെ വെച്ച് എഴുതിയാൽ മതി കേട്ടോ. ഹൗ ഡിഡ് യു ഫീൽ റൈഡിങ് ഇൻ ദ കാർ? എങ്ങനെയായിരിക്കും ഫീൽ? എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ഓൾസോ ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ് ഓൾസോ. അങ്ങനെ പോയ കാര്യം നിങ്ങൾ ക്ലാസ്സിലൊന്ന് പറയുക. അടുത്തത്, ബുള്ളോക്ക് കാർട്ട്, കാളവണ്ടി. വി റൈഡ് ഇൻ അവർ ബുള്ളോക്ക് കാർട്ട് ഗോയിങ് സ്ലോലി ത്രൂ ദ ഗ്രീൻ ഫീൽഡ്സ്. കാളവണ്ടി കയറി ഇങ്ങനെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ടു സണ്ണി ഓർ റെയിനിങ്, നല്ല വെയിലോ മഴയോ ഒക്കെ ആണെങ്കിൽ വി യൂസ് അവർ അംബ്രല്ലാസ്. അന്നേരം കുട പിടിച്ച് നിൽക്കും. കണ്ടോ കാളവണ്ടിയുടെ മുകളിൽ കയറി പോകുന്നത് കണ്ടോ? വില്ലേജ് ഇൻ ദ പ്ലെയിൻസ്, സമുദ്ര പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾ.
ഇപ്പോൾ ഇത്തരം കാഴ്ചകൾ കേരളത്തിൽ അപരിചിതമായിട്ട് വരികയാണല്ലേ. ഇപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്കിവിടെ ഇല്ല. ഇൻ തമിഴ്നാട് ദർ ഈസ് ദിസ് ബുള്ളക് കാർട്ട്. കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.